നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നടത്തിയതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. 31 പരാതികളാണ്. അതിൽ പരിഹരിച്ചത് 14 പരാതികളാണ്. അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് 17. പുതുതായി സ്വീകരിച്ച പരാതികൾ 10 പരാതികളാണ്. പങ്കെടുത്തത് കമ്മീഷൻ ചെയർമാൻ എം ഷാജർ, കമ്മീഷൻ അംഗങ്ങളായ ഷബീർ പി രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, അസിസ്റ്റന്റ് അഭിഷേക് പി. പൊതുവിൽ യുവജന കമ്മീഷന് മുന്നിൽ പരാതികൾ മുൻവർഷങ്ങളിൽ വ്യത്യസ്തമായി കുറച്ച് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധിയായ പരാതികൾ 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളിൽ നിന്നും യുവജന കമ്മീഷൻ മുന്നിൽ വരുന്നുണ്ട്. അതിൽ മലപ്പുറത്ത് പരിഗണിച്ച നിരവധി പരാതികളുണ്ട്. ആ പരാതികളെല്ലാം നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം യുവജന കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടെ നിറത്തിന്റെ പേരിൽ വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവം ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ്. താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെയും എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്നൊരു സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിലും പെൺകുട്ടികൾ ഇത്തരം ചില സംഭവങ്ങളിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമാണ്. പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം തള്ളിപ്പറയാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇത്തരം ചില സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഗൗരവമുള്ളതാണ്. കോട്ടക്കൽ ബഡ്സ് സ്കൂളിൽ നിന്നും, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു ബഡ്സ് സ്കൂളിൽ നിന്നും അവിടെ ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി അവിടെ നിന്നും പുറത്താക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഈ അദാലത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി തന്നെ ഇടപെടാൻ വേണ്ടിയിട്ടും ആ പെൺകുട്ടിക്ക് അവിടെ പഠനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുനിസിപ്പാലിറ്റിക്ക് സംസ്ഥാന യുവജന കമ്മീഷന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മഞ്ചേരി NSS കോളേജിൽ NCC കേഡറ്റായ ഒരു വിദ്യാർത്ഥിയെ NCCയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അത് കോളേജിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ള അതിന്റെ പേരിലാണ്. കോളേജിന് തെരഞ്ഞെടുപ്പ് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്നല്ല, വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന ക്ലാസ് അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിലും ഗൗരവമായി തന്നെ ഇടപെടാൻ വേണ്ടി സംസ്ഥാന യുവജന കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധിയായ വിഷയങ്ങളിൽ ഇന്ന് യുവജന കമ്മീഷൻ അദാലത്തിന്റെ ഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.